ഹലോ ഗൈസ്, വെൽക്കം ടു SS സ്റ്റോറീസ്. ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു മാൽഡീവ്സ് ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു പുതിയൊരു ഇന്റർവ്യൂവിന്റെ ഒരു മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഗൂഗിൾ ഫോം അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ പറയാം, നിങ്ങൾക്കൊരു പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ PG സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്ത് വേണം, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ കമ്പൽസറി എല്ലാം ഉണ്ടെങ്കിൽ നല്ലത്. എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള എറർ വന്നാൽ പോലും മിനിസ്ട്രി അതെന്താക്കും, റിജക്ട് ചെയ്യും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ. നമുക്ക് നോക്കിയാലോ. ഇതാണ് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്. ഇതാദ്യം ഒന്ന് എടുത്തു വെക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ടിന്റെ ബാക്ക് പേജ് ഇതേപോലെ ഒന്ന് എടുത്തു വെക്കുക. അതിനുശേഷം നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാം. അതിനുശേഷം ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മൾ PG മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ സ്റ്റാർ ഇട്ടത് കമ്പൽസറി ആണ്. നമുക്ക് കണ്ടോ, ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മുടെ ഇമെയിൽ ID ആണ്. നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ അതവിടെ കറക്റ്റായിട്ട് നിങ്ങൾ എന്താക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നെയിം, ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആസ് പെർ പാസ്പോർട്ട്. പാസ്പോർട്ടിൽ നിങ്ങളെ പേരുണ്ടാവും, അത് ഫുൾ നെയിം ആയിട്ട് എഴുതുക. സർനെയിം ഒക്കെ ഉണ്ടാവും. ഇപ്പം ഇനീഷ്യലൊക്കെയാണ് അതെന്താക്കണം, നിങ്ങളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം, തെറ്റിക്കരുത്. ഓക്കെ, അത് എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ഫില്ലാക്കിയതിന് ശേഷം നിങ്ങൾ എന്താക്കണം, അവിടെ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ എന്തുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ അത് നമ്മൾ അവിടെ എന്താക്കുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യെസ്. അത് കഴിഞ്ഞാൽ താഴേക്ക് നാഷണാലിറ്റി ഉണ്ട്. നിങ്ങൾ എവിടെയാണോ നാഷണാലിറ്റി അത് കൊടുക്കുക. ഇന്ത്യനാണെങ്കിൽ ഇന്ത്യൻ, ശ്രീലങ്കൻ ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഏതാണോ ജെൻഡർ അത് ക്ലിക്ക് ചെയ്യുക. യെസ്. അതിനുശേഷം നിങ്ങളെ പാസ്പോർട്ട് നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. ആദ്യം അവിടെ ശ്രദ്ധിക്കണം, നിങ്ങളെ പാസ്പോർട്ട് നമ്പർ സ്പേസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഒക്കെ എന്താക്കുക, അതും തെറ്റിക്കാതെ ടൈപ്പ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ ഉള്ളതാണ് കോൺടാക്റ്റ് നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൺട്രി കോഡ് എന്തായാലും അവിടെ മസ്റ്റാണ് കൊടുക്കുക. പിന്നെ അവിടെ ഇപ്പം ഉള്ള ഫോമിലുള്ളത് ഇൻട്രസ്റ്റഡ് ടീച്ചിങ് ലെവലാണ്. നേരത്തെ O ലെവലായിരുന്നു, ഇപ്പോൾ അത് A ലെവലായിരുന്നു. ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളത് A ലെവൽ, അതായത് നമ്മുടെ +1 +2, അത് ഹയർ സെക്കൻഡറി കൊടുത്തു. ഇനി നമ്മളെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അവിടെ നമ്മൾ ചൂസ് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും സബ്ജക്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്, ഞാൻ എന്താക്കി അവിടെ ഫിസിക്സ് കൊടുത്തു. ഇനി ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് 2, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഇനി ഇതല്ലാണെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ, കമ്പൽസറി അല്ല, ജസ്റ്റ് ഒന്ന് ഒരു വെറുതെ കൊടുക്കുകയാണ്. ഞാൻ അവിടെ കെമിസ്ട്രി കൊടുത്തു. യെസ്. അത് കഴിഞ്ഞ് നിങ്ങളെ പെർമനൻറ്റ് അഡ്രസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആസ് പെർ പാസ്പോർട്ട്. പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എന്താക്കുക, ഇവിടെ നിങ്ങൾ എന്താക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സർട്ടിഫിക്കറ്റ്, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് ഈച്ച് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഡിഗ്രിയുടേത് നമ്മൾ BSc ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് കൊടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ എന്താണോ അത് കൊടുക്കുക. എല്ലാം ക്യാപിറ്റലിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്. അടുത്ത ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് 2, നിങ്ങൾക്ക് B.Ed ഉണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനോ നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും. അങ്ങനെ PG ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ടീച്ചിങ്ങിൻ്റെ എത്ര വർഷമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അത് കൊടുക്കുക. ഇനി അവിടെ പാസ്പോർട്ട് ബയോഡാറ്റ പേജ് ഉണ്ട്. അവിടെ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ പാസ്പോർട്ടിൻ്റെ ബയോഡാറ്റ ആ ഫ്രണ്ട് പേജ് എന്താക്കണം, ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ താഴെ അവിടെ ഉണ്ട് പാസ്പോർട്ട് അഡ്രസ് പേജ്, അത് ബാക്ക് സൈഡ്.
അത് നിങ്ങൾ എന്താക്കണം, അതിൻ്റെ ഇമേജ് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് അവിടെ എന്താക്കണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മളത് ചെയ്തു. ഇനി അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അവിടെ എന്താക്കുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡ് ഉണ്ടെങ്കിൽ അത്, MSc ഉണ്ടെങ്കിൽ അത്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ PhD ഉണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട്, ഇനി മാൽദീവ്സിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഇനി എന്തെങ്കിലും ഹെൽത്ത് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ. ഇനി ഉണ്ടെങ്കിൽ അതൊരു ബന്ധപ്പെട്ട ഡോക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലാം ഒരു PDF ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ഒറിജിനൽ പാസ്പോർട്ട് അതിൻ്റെത് എന്താക്കുക, PDF ആക്കി വെക്കുക, ആഡ് ഫയൽ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.